not a game, it's a rich thing. ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് മട്ടനാണ്. മട്ടൻ നമ്മളൊരു 750 ഗ്രാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി വേണം, തക്കാളി, പിന്നെ ഉപ്പ്, സവാള, കറിവേപ്പില, പച്ചമുളക്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക്. പിന്നെ ഒരു 4-5 കാഷ്യൂ ഞാൻ അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അര തേങ്ങയുടെ പാലാണ്, കുറച്ച് വെള്ളം ചേർത്ത് പാലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നെയ്യിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വറുത്ത് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്: ഈത്തപ്പഴം, ബദാം, കിസ്മിസ്. പിന്നെ അവസാനം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രൂട്ട് പീസസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മട്ടൻ വേവിക്കാനുള്ള പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. നമ്മൾ മട്ടൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ പകുതി നമ്മൾ വേവിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മസാലകളെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മസാലകളെല്ലാം തന്നെ ഈ ഇറച്ചിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ ഇത് വേവിക്കാനായി മാറ്റുകയാണ്. അപ്പോൾ മട്ടൻ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 5 വിസിലാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുക്കറിന്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് ഇനി മട്ടൻ വെന്തോ എന്ന് നോക്കാം. മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല പ്രിപ്പയർ ചെയ്യാനുള്ള
പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാനായി നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ആദ്യമായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇഞ്ചി ഒരു 20 ഗ്രാം, വെളുത്തുള്ളി അത്രയും തന്നെ വെളുത്തുള്ളി, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 പച്ചമുളകാണ്. 5 പച്ചമുളക് കീരെടുത്തിട്ടുണ്ട്, അത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇതിലേക്ക് ആവശ്യമുള്ള സവാള കൊടുക്കാം. നമ്മൾ 750 ഗ്രാം മട്ടനാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് ഒരു 250 ഗ്രാം സവാളയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സവാള പെട്ടെന്ന് വാടുവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ സവാള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി നമുക്ക് ചേർക്കാം. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും തീ കുറച്ച് വച്ചതിന് ശേഷം മാത്രമേ മസാലകൾ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള മസാലകൾ: 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാഷ്നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ കാഷ്നട്ട് പേസ്റ്റും ചേർത്ത് കഴിഞ്ഞു. നമ്മളുടെ ഗ്രേവി ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുക. ഇതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, നമ്മൾ അര തേങ്ങയുടെ തേങ്ങാപ്പാലാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, അത് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും നമ്മൾ ചേർത്ത് കഴിഞ്ഞു.
ഇനി മസാലകളിൽ നമുക്ക് ബാക്കി ഉള്ളത് കുരുമുളക് പൊടിയും ഗരം മസാലയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ മട്ടൻ വേവിച്ചപ്പോൾ കുറച്ച് ചേർത്തു. ബാക്കിയുള്ള ഗരം മസാലയും കുരുമുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകും. അപ്പോൾ എല്ലാ മസാലകളും കാഷ്നട്ട് പേസ്റ്റും തേങ്ങാപ്പാലും എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇത് ഇറച്ചിയിലേക്ക് നന്നായി പിടിക്കുന്നതിനായി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കറി ഏകദേശം റെഡിയായി. നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് മാറ്റാം. അവസാനമായി ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്യുന്നതിനായി നമുക്കൊരു കടായി വയ്ക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് പുറത്ത് ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകും. അങ്ങനെ നമ്മുടെ മട്ടൻ റോസ്റ്റ് വിത്ത് ഡ്രൈ ഫ്രൂട്ട് അങ്ങനെ റെഡി കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ മട്ടൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സർവ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി സർവ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് കുറച്ച് ഫ്രൂട്ട് പീസസ് ഇട്ടിടാം. മട്ടൻ റോസ്റ്റ് വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പമാണ്. നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അപ്പം ഉണ്ടാക്കാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വിഭവമായ അപ്പവും മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വിഭവമായിരിക്കും. പിന്നെ ഞങ്ങളുടെ പേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ.